അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ ഗുരുതരമായി പരിക്ക് പറ്റി ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനെ പറ്റിയുള്ള വാർത്ത വന്നപ്പോൾ അതിന് താഴെ വന്ന കമന്റുകൾ മാത്രം മതിയാകും കമ്മികളുടെ തനി സ്വഭാവം എന്തെന്ന് മനസ്സിലാക്കാൻ. മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് പാടി നടക്കുകയും അതിന് വിപരീതമായ കാര്യങ്ങൾ മാത്രം ചെയ്യുകയും ചെയ്യുന്നവരാണ് കമ്മികൾ. അല്ല, അതിൽ കൂടുതൽ ഒന്നും തന്നെ ഇവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം. ആദ്യം ഒരു മൃഗമെങ്കിലും ആവുക. വെറുതെ മനുഷ്യനാകണം എന്ന് പുലമ്പിയിട്ട് കാര്യമില്ല. കലൂർ സ്റ്റേഡിയത്തിന്റെ ഗാലറിയിൽ നിർമ്മിച്ച താൽക്കാലിക സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീണാണ് ഉമാ തോമസ് MLAക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഇതിന് പിന്നിലെ കാരണം നിർമ്മാണത്തിലെ ഗുരുതര പിഴവ് തന്നെയാണ്. ഉമാ തോമസ് MLA ഈ അവസ്ഥയിലായതിന് സർക്കാരും സംഘാടകരും മറുപടി പറഞ്ഞേ മതിയാകൂ. ഉമാ തോമസ് MLA ഇരിപ്പിടത്തിൽ ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ ബലം കൊടുത്തത് കൈവരി പോലെ നീളത്തിൽ സ്റ്റീൽ കമ്പികളിൽ കെട്ടിയ റിബണിലായിരുന്നു. എന്നാൽ ഇതിന് ബലമില്ലാത്തത് കാരണം ബാലൻസ് നഷ്ടപ്പെട്ട ഉമാ തോമസ് കൈവരിയോടൊപ്പം താഴേക്ക് പതിക്കുകയായിരുന്നു. കോൺക്രീറ്റ് ഭിത്തിയിൽ തലയിടിച്ച് വീണ ഉമാ തോമസിന്റെ മുഖത്ത് മുഴുവൻ രക്തമായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. സ്ഥലത്തുണ്ടായിരുന്ന സന്നദ്ധ പ്രവർത്തകർ MLAയെ വേഗത്തിൽ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചു. 14 അടിയോളം ഉയരത്തിൽ നിന്ന് വീണ ഉമാ തോമസിന് ഗുരുതരമായ പരിക്കുകളാണ് ഉള്ളത് എന്നും പൊതുസുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ പരിപാടിയുടെ സംഘാടകർക്ക് വീഴ്ചയുണ്ടെന്നും പോലീസ് പ്രാഥമിക വിവര റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുമുണ്ട്. താൽക്കാലിക സ്റ്റേജിന് മുന്നിൽ ഒരാൾക്ക് നടന്നു പോകാൻ പോലും വഴിയുണ്ടായിരുന്നില്ല, സുരക്ഷാ വേലി ഉണ്ടായിരുന്നില്ല എന്നീ വീഴ്ചകൾ പോലീസ് ചൂണ്ടിക്കാട്ടി. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം രാത്രി 1:45 വിശദമായ ആരോഗ്യ റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ചികിത്സയിലുള്ള ആശുപത്രിയിലെ ഡോക്ടർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസാരിക്കുകയും ചെയ്തു. നിലവിൽ ഉമാ തോമസ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. വാരിയെല്ല് പൊട്ടി ശ്വാസകോശത്തിൽ മുറിവേറ്റു. തലച്ചോറിലും മുറിവേറ്റെന്നും നട്ടലിന് പരിക്കുണ്ടെന്നും കൊച്ചി റെനൈ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ അറിയിച്ചു. ബോധം, പ്രതികരണം, ഓർമ്മ എന്നിവയെ ബാധിക്കാവുന്ന ക്ഷതങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പെട്ടെന്ന് ഭേദമാകുന്ന പരിക്കുകളല്ല ഉണ്ടായിരിക്കുന്നതെന്നും ഡോക്ടർമാർ പറയുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയുള്ള ചികിത്സ തുടരും. ആന്തരിക രക്തസ്രാവം കൂടിയിട്ടില്ല. ശ്വാസകോശത്തിലെ ചതവുകൾ കൂടിയിട്ടുണ്ട്. തലയിലെ മുറിവിൽ നിന്നും ധാരാളം രക്തം നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഇന്ന് രാവിലെ നടത്തിയ CT സ്കാനിൽ തലയുടെ പരിക്ക് കൂടുതൽ ഗുരുതരമായിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ശ്വാസകോശത്തിനേറ്റ ചതവും അവിടെ രക്തം കെട്ടിക്കിടക്കുന്നതുമാണ് ആശങ്കയുണ്ടാക്കുന്നത്. ശ്വാസകോശത്തിനേറ്റ ചതവ് ഭേദമായാൽ മാത്രമേ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ശ്വാസകോശത്തിന് വിശ്രമം അനുവദിക്കുന്നതിന് കൂടിയാണ് വെന്റിലേറ്റർ സൗകര്യം ഉപയോഗിച്ചിരിക്കുന്നത്. നാളെ വെന്റിലേറ്റർ മാറ്റി നോക്കുമെന്നും ഡോക്ടർമാർ പറയുന്നു. ശ്വാസകോശത്തിന്റെ ചതവ് ഭേദമാകുന്നതിനായി ആന്റിബയോട്ടിക്കുകൾ നൽകുന്നുണ്ട്. വീഴ്ചയിൽ ശ്വാസകോശത്തിന് ചതവ് പറ്റുകയും മൂക്കിൽ നിന്നും വായിൽ നിന്നുമുള്ള ചോര ശ്വാസകോശത്തിൽ എത്തുകയുമായിരുന്നു. ശ്വാസകോശത്തിന്റെ ഒരു ഭാഗത്ത് കട്ട പിടിച്ചു കിടന്ന ചോര ഇന്നലെ നീക്കം ചെയ്തു എന്ന് ഡോക്ടർമാർ പറയുന്നു. ശ്വാസകോശത്തിന്റെ പ്രവർത്തനം സാധാരണഗതിയിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് ശരിയായാൽ മാത്രമേ തലച്ചോറിന്റെ പരിക്കടക്കം പൂർണ്ണമായി ഭേദമാകൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്.